ഇപ്പം എനിക്ക് ഇഷ്ക സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായ സിനിമയാണ് അതിൽ. ആൻഡ് ദ ക്യാരക്ടർ വാസ് ബ്രില്യൻറ്റ്. അതുപോലത്തെ ഒരു സിനിമയായിരിക്കും അതുപോലത്തെ ഒരു ക്യാരക്ടറായിരിക്കും ഇതും. ആൻഡ് ദ കരിയറിൽ ഭയങ്കര ഇതിപ്പം ഇപ്പോഴും എത്ര 3-4 കൊല്ലമായോ ഇഷ്ക വന്നിട്ട്? 4 കൊല്ലത്തിന് മുകളിലായി. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ അതിനെപ്പറ്റി പറയുന്നു എന്ന് പറയുമ്പോൾ അതുപോലത്തെ ഒരു സിനിമയായിരിക്കും. അതേപോലത്തെ ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും. അതുപോലത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഇതെങ്കിലും ഉണ്ടല്ലോ, ഇത് അതുക്കും മേളിൽ നിൽക്കുന്ന അങ്ങനെ ആവട്ടെ. പക്ഷെ അത് ഓഡിയൻസിൻ്റെ മേൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഞാൻ എൻ്റെ ഭാഗം ഞാൻ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ശരിക്കും എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ഇരുന്നിട്ട് ഞാനും ഡയറക്ടറും ഇരുന്നിട്ട് കുറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യാൻ നല്ല ഫെയ്ത്ത്ഫുള്ളി നല്ല ക്ലീനായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് ട്രാൻസ്ലേറ്റ് ആവണം, ആൾക്കാർക്ക് അത് മനസ്സിലാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ചെയ്തു വെച്ചിരുന്ന സിനിമകൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇഷ്കിൻ്റെ പേരെടുത്തു വേറെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കെന്നും പ്രിയം ആ ഇഷ്കിലേക്ക് ഒരു പ്രിയം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ആളുകൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴും ആൾക്കാർ ഇപ്പോഴും അവർക്ക് ആ പാട്ടുകൾ ഇഷ്ടമാണ്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ കുറേ ഫ്രണ്ട്സും കുറേ പിള്ളേർ ആ പരമാവധി ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്.